dear friends, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ കുലുക്കി സർബത്ത് തയ്യാറാക്കാം. ഈ ചൂട് സമയത്ത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രയും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ കുലുക്കി സർബത്ത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ കുലുക്കി സർബത്ത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ലാസ്റ്റ് കാരമൽ ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് പൈനാപ്പിൾ അടിച്ച് കിട്ടുന്ന പാകത്തിന് നല്ല തണുപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിൾ നമുക്ക് മുങ്ങുന്ന പാകത്തിന് തന്നെ ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഇവിടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ അരിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒരു ബൗളിലോട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 3-4 കാന്താരി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കാന്താരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പുതിന ഇല ചേർത്ത് കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസ്കസ് ആണ്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഫൈനലായിട്ട് നമുക്കിതിലോട്ടേക്ക് കാരമൽ ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ടാവും. അതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഒരു മിക്സ് ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മിക്സ് ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക, അതായത് നന്നായിട്ട് കുലുക്കിയെടുക്കണം. ഇനി നമ്മുടെ കുലുക്കിയതിന് ശേഷമുള്ള നമ്മുടെ മിക്സ് നമ്മുടെ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പുതിനയുടെ ഇലയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര കുടിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. ഒരു നല്ലൊരു റീഫ്രഷുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.